ഹായ് മക്കളെ, 9ാം ക്ലാസ്സിലെ എല്ലാ മക്കളുടെ ഒരു കൺഫ്യൂഷനാണ്. മാപ്പ് എക്സാമിനുണ്ടാവോ, മാപ്പ് ഉണ്ടാവോ? അതെന്താ പറയാന്ന് വെച്ചാൽ എന്തായാലും ഉണ്ടാവും. മാപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടാകും. കാരണം നമുക്കുള്ള ചാപ്റ്റേഴ്സിൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ മാപ്പ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് എന്തായാലും മാപ്പിൽ നിന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് 10ാം ക്ലാസ്സിൽ ചോദിക്കുന്ന പോലെ മാപ്പിൽ മാർക്ക് ചെയ്യാനല്ല, മാപ്പ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാവും. മാപ്പ് നമുക്ക് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാവും. ഇനിയിപ്പോൾ എങ്ങനെ തന്നാലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ എല്ലാവർക്കും ഏഗിളിലോട്ട് സ്വാഗതം. അപ്പോൾ ഏഗിളിലെ ക്ലാസ്സുകൾ കാണണം, മസ്റ്റാണ്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾക്ക് A+ വേണോ, നന്നായിട്ട് എക്സാം എഴുതണോ, അതിന് എപ്പോഴും ഏഗിളുണ്ടായിരിക്കും കൂടെ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനോട് പറയാനും മറക്കരുത്. രാത്രി 7 മണിക്ക് മാരത്തോൺ കൂടെ ഉണ്ട്, മിസ് ചെയ്യാനും പാടില്ല. നമുക്ക് നേരെ സെഷനിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്തെല്ലാമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കാം. എന്തെല്ലാമാണ് നമ്മളോട് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒന്ന് മൗണ്ടെയിൻസ് ആണ്. മൗണ്ടെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അത് പർവ്വതം എന്നാണ് പറയുക. പർവ്വതം, ഈ പർവ്വതങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാർ 2 ടൈപ്പ് മൗണ്ടെയിൻസ് ഇല്ലേ, രണ്ട് മൗണ്ടെയിൻസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് മൗണ്ടെയിൻസ് എന്ന് അറിയാവോ? ഒന്നാമത്തത് ഹിമാലയം നോർത്തേൺ മൗണ്ടെയിൻസും, രണ്ടാമത്തത് പെനിൻസുലാർ മൗണ്ടെയിൻസും. അപ്പോൾ 2 ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ആയതുകൊണ്ട് പെനിൻസുലാർ മൗണ്ടെയിൻസ് ആണ്. പെനിൻസുലാർ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ പർവ്വതങ്ങൾ. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ആ ഒരു പർവ്വതങ്ങളെ കുറിച്ചിട്ട്. രണ്ടാമതായിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഒന്നാമത്തത് ലിസൺ, പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. പീഠഭൂമി. ഓക്കെ, ചോദ്യം വരും. അടുത്തത് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ് റിവേഴ്സ്, അതായത് നദികൾ. അതുപോലെ ചാൻസ് വളരെ കുറവുള്ളൊരു ഭാഗമുണ്ട്. ലിസൺ, ഈ നദികളിൻ്റെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ചാൻസ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പെനിൻസുലാർ റിവേഴ്സ് ആണ്. ഏത് റിവേഴ്സ് ആണ്? പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയും, അതായത് ഉപദ്വീപീയ നദികൾ. ഓക്കെ, എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരും. അവസാനം വരെ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ചോദ്യത്തിന് സാധ്യതയുള്ളത് പ്ലെയിൻസ് ആണ്. പ്ലെയിൻസ് എന്ന് വെച്ചാൽ സമതലം എന്ന് പറയും. സാധ്യത വളരെ കുറവാണ്. ഓക്കെ, എന്നാലും പറയാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അവസാനമായിട്ട് നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യം ഡെസേർട്ടാണ്, മരുഭൂമി. ഇതിനെക്കുറിച്ചും ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇനി ഇതിൽ ഏതെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ലൈഡിലുണ്ട്. എല്ലാം ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചിലപ്പം പെനിൻസുലാർ പ്ലാറ്റ്യൂ പറഞ്ഞ സമയത്ത് സിറ്റീസ് പഠിക്കുന്നുണ്ട്, അതായത് നഗരങ്ങൾ. ആ നഗരങ്ങളെക്കുറിച്ചും ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇന്ത്യയുടെ ഒരു ഫിസിയോഗ്രഫിക് മാപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ഈ നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ഈ മൗണ്ടെയിൻസ് ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഞാൻ TH എന്ന് ഇടുന്നുണ്ട്, ട്രാൻസ് ഹിമാലയ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ ഒരു മൗണ്ടെയിൻ റേഞ്ചാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഏതാണ്? ഹിമാലയം. മലയാളത്തിലും ഹിമാലയം തന്നെയായിട്ട് പറയാം. ഓക്കെ, യെസ്, ഹിമാലയം. ലിസൺ, ഈ ഹിമാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അറിയുമായിരിക്കും ഏതൊക്കെയാണ്? ഹിമാദ്രി, അതുപോലെ ഹിമാചൽ, മലയാളത്തിലും അതേ പേരാട്ടോ. ഓക്കെ, ശിവാലിക്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 3 മൗണ്ടെയിൻസ് ആണ് ഹിമാലയത്തിലുള്ളത്. ഇവിടെ 3 പാരലൽ റേഞ്ചസ്. ഇനി ഇവിടെ ഈസ്റ്റേൺ ഹൈലാൻഡിൽ കുറച്ച് ഹില്ലുകളുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ എങ്ങാനും ചോദിച്ചാലോ, സാധ്യത വളരെ കുറവാണ്. എന്നാലും പടുക്കായി, നാഗ, മിസോ, ഗാസി, ഗാരോ, ജയന്തിയ, ഈ ഹില്ലുകളാണ് പ്രധാനമായിട്ട് അവിടെ ഉള്ളത്. ഓക്കെ, യെസ്. അപ്പം ലിസൺ, മണിപ്പൂരി ഹിൽസ് കൂടിയുണ്ട് കൂടെ. യെസ്, ഇനി പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇവിടെ അടുത്ത ഹില്ലി ഏരിയ ആണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോൾ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ളത്. ഇതേ മാപ്പ് തന്നിട്ട് നമ്മളോട് ചോദിക്കും, ലിസൺ, ഈ പറഞ്ഞ താർ ഡെസേർട്ട്, താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റേൺ അതിർത്തി ഏതാണ്, ബൗണ്ടറി ഏതാണ്? അപ്പോൾ അതൊരു മൗണ്ടെയിൻ ആണ്. ആ മൗണ്ടെയിൻ ആണ് ഇവിടെയുള്ള. യെസ്, ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരവല്ലി മൗണ്ടെയിൻ. ഏത് മൗണ്ടെയിൻ ആണ്? ആരവല്ലിയാണിത്. അപ്പോൾ നമുക്കിവിടെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഇത് ആരവല്ലിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആരവാലിയെന്നും ആരവല്ലിയെന്നും ഒക്കെ പറയുന്ന നമ്മുടെ ഈ മൗണ്ടെയിൻ ആണ് ചോദ്യമായിട്ട് വന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, നമ്മുടെ അറേബ്യൻ സീ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ അറബിക്കടൽ. ഈ അറബിക്കടലിന് സമാന്തരമായിട്ട് കാണുന്ന, പാരലലായിട്ട് കാണുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ ഈ കാണുന്ന മൗണ്ടെയിൻ റേഞ്ച് ആണ്. ഇതാണ്
യെസ്, ഈ പർവ്വതനിരയാണ്. ഇതാണ് വെസ്റ്റേൺ ഘട്ട്. ഇതാണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയും. പശ്ചിമഘട്ടം. ഓക്കെ, അതുപോലെ ഒന്ന് ഇങ്ങോട്ട് നോക്കുക. ഇതാ ഇവിടെ ഈസ്റ്റേൺ ഘട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഈസ്റ്റേൺ ഘട്ടാണ് ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായുള്ളത്. ബംഗാൾ ഉൾക്കടലിന് പാരലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മളോട് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഇങ്ങനെ ചോദ്യങ്ങൾ വരും. ലിസൺ, ഇവിടെ നിങ്ങൾക്കൊരു പീഠഭൂമി അറിയാം. ഈ പീഠഭൂമിക്ക് പറയുന്ന പേര് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലാറ്റ്യൂ ആണ്. ഈ ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ നോർത്തേൺ വടക്ക് അതിര് ഏതാണെന്ന്. ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഈ പറഞ്ഞ നോർത്ത് ഭാഗത്തെ വടക്ക് ഭാഗത്തെ അതിര് ഏതാണ്? അതിതാണ്. ഓക്കെ, യെസ്, ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ നോർത്തേൺ അതിർത്തി ബൗണ്ടറി എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ്. ആ മൗണ്ടെയിൻ റേഞ്ചിൽ പറയുന്ന പേരാണ് സത്പുര. കേട്ടിട്ടുണ്ടായിരിക്കും സത്പുര. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വേറൊന്ന് പറയാം. ഇവിടെ സെൻട്രൽ ഹൈലാൻഡ്. ഓക്കെ, ഈ സെൻട്രൽ ഹൈലാൻഡിൻ്റെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലിക്ക് കിഴക്കായിട്ടൊരു പീഠഭൂമി ഉണ്ട്. ഞാനിപ്പോൾ ചുവപ്പ് കളറിൽ വട്ടം വരച്ച സ്ഥലം, അതിനെ പറയുന്ന പേര് മാൾവ എന്നാണ്. കേട്ടിട്ടുണ്ട്? മാൾവ പീഠഭൂമി, മാൾവ പ്ലാറ്റ്യൂ എന്ന് പറയും. അതുപോലെ ഈ സത്പുരക്ക് മുകളിലായിട്ടൊരു പർവ്വതനിരയുണ്ട്. അതിനെ പറയുന്ന പേര് വിന്ധ്യ എന്നാണ്. വിന്ധ്യ സത്പുരം. ഓക്കെ, ഇനി ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നോക്കൂ, ലിസൺ, ഈ പറഞ്ഞ സെൻട്രൽ ഹൈലാൻഡ് നിങ്ങൾ കേട്ടു. സെൻട്രൽ ഹൈലാൻഡ്, മധ്യ ഉന്നത തടം എന്ന് പറയുന്ന സെൻട്രൽ ഹൈലാൻഡ്. ഈ സെൻട്രൽ ഹൈലാൻഡിന് കിഴക്കായിട്ടൊരു പ്ലാറ്റ്യൂ ഉണ്ട്. സെൻട്രൽ ഹൈലാൻഡ് ഇതാണല്ലോ, ഞാൻ ഈ മാർക്ക് ചെയ്ത സ്ഥലമാണല്ലോ, ഇതാ മാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിന് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണെന്ന് ചോദിക്കും. ഒരു പീഠഭൂമി, ഒരു പ്ലാറ്റ്യൂ ആണ്. അതിനൊരു ക്ലൂ കൂടെ തരും. ഏറ്റവും മിനറൽ റിച്ച് ആണ്. മിനറൽസ് കാണുന്ന, ധാതുക്കളെ കാണുന്ന ധാതുക്കലവറ, സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏതാണത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ലിസൺ, അപ്പോൾ ഈ ഒരു പീഠഭൂമിയെ നമ്മൾ പറയുന്ന പേരാണ്, ഞാൻ ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന ചുവപ്പ് കളർ വട്ടം വരച്ച ഭാഗമാണ് ഛോട്ടാ നാഗ്പൂർ. ഈ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണത്, പീഠഭൂമിയാണത്. അപ്പോൾ ആ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളത്. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ എങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റണം. അതിന് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം. ചോദ്യങ്ങൾ വരുന്ന രീതി ഞാൻ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, അതായത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ വടക്കു ഭാഗത്തായിട്ട് കാണുന്ന ഹില്ലുകൾ ഏതാണ്? കുന്ന് ഏതാന്ന് ചോദിച്ചു. മൗണ്ടെയിൻ ഏതാന്ന്. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇതാണ്. ഇതിന് വടക്കു ഭാഗത്തുള്ളത് രാജ്മഹൽ കുന്നുകളാണ്. ഏതാണ്? രാജ്മഹൽ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രാജ്മഹൽ എന്നാണ് പേര്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്. എളുപ്പമല്ലേ? പണിയൊന്നുമില്ല, എളുപ്പമാണ്. അതുപോലെ ചോദിക്കുകയാണ്, ശ്രദ്ധിക്കുക, ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരി ഏതാണ്? ഇതാണ് ഡെക്കാൻ പീഠഭൂമി. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരി ഇവിടെ വഴുതനങ്ങ വലിയക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്ത്? വെസ്റ്റേൺ ഘട്ട്, അതായത് പശ്ചിമഘട്ടം. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഇവർ. എളുപ്പമല്ലേ? പണിയില്ല. അപ്പൊ ശ്രദ്ധിച്ചു വെക്കണം. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. നോക്കൂ, ഇനി ഇത്തവണ ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ത് വേണേൽ നിങ്ങൾ എഴുതി വെച്ചോ. അതായത് ഡേഞ്ചർ എന്നോ പരീക്ഷയ്ക്ക് വരുന്നതെന്നോ എങ്ങനെ വേണമെങ്കിൽ വെച്ചോ. ഇതാണ് ചോദ്യമായിട്ട് വരുന്നത്, നദികൾ, റിവേഴ്സ്. ഓക്കെ, യെസ്. ഇവിടെ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാം. യെസ്, നദിയുടെ പേരൊന്നും തരില്ല കേട്ടോ, പേര് മാറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? പടിഞ്ഞാറോട്ട്, അതായത് അറേബ്യൻ സീ, അറബിക്കടൽ, അറബിക്കടലോരം. ഈ അറബിക്കടലിലേക്ക് വന്ന് ചേരുന്ന നദികൾ ഏറ്റവും വലുത് ഏതാണ്? അപ്പം നിങ്ങളിവിടെ എങ്ങനെ ഈ പോകുന്ന ഞാൻ ഈ മാർക്ക് ചെയ്ത നദിയാണ്, ഞാൻ ഈ നീല കളറിൽ അടയാളപ്പെടുത്തിയ നദിയാണത്. ആ നദിക്ക് പറയുന്ന പേര് ആ റിവറാണ് നർമ്മദ. അപ്പം നർമ്മദ നദിയാണത്, നർമ്മദ റിവർ. ഓക്കെ, അതുപോലെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, സിഹാവ മൗണ്ടെയിൻ, സിഹാവ പർവ്വതത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന നദിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇതിവിടെ മഹാനദി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെയാണ് സിഹാവ പർവ്വതം ഉള്ളത്. ആ സിഹാവ പർവ്വതം തുടങ്ങിയിട്ട് മഹാനദി നേരെ ബംഗാൾ ഉൾക്കടലിൽ പോയി ചേരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേര്, നമ്മളോട് ചോദിച്ച ചോദ്യം, സിഹാവയിൽ നിന്ന് തുടങ്ങുന്ന നദി എന്നാണ്. സിഹാവ പർവ്വതത്തിൽ നിന്ന്, മൗണ്ടെയിനിൽ നിന്ന് തുടങ്ങുന്ന നദി, അത് മഹാനദിയാണ്.
അതേതാണ്? മഹാനദിയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു വെക്കാട്ടെ. അപ്പൊ മക്കളെ അടുത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മളോട് പറയാം ഏതെങ്കിലും ഒരു ട്രിബ്യൂട്ടറി, പോഷക നദിയുടെ പേര്, പോഷക നദി ട്രിബ്യൂട്ടറി, അത് തന്നിട്ട് നദിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ, ഒരു നദിയുടെ കൂട്ടത്തിൽ ഭവാനി, കബനി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ്. ഭവാനി, കബനി, അതൊന്നും നോക്കണ്ട, അത് കാവേരി നദിയാണ്. അത് നമ്മുടെ കാവേരി ആയിരിക്കും. കാവേരി. അപ്പൊ കാവേരി നദിയുടെ പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ് അറിയണം. അത് ഏതൊക്കെയാണ്? കബനി ഉണ്ട്, അതുപോലെ ഭവാനി ഉണ്ട്, ഇതൊക്കെയാണ് പോഷക നദികൾ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, യെസ്. ഇനി നോക്കും, ഈ ചിലപ്പോൾ നിങ്ങളോട് പറയാണ് യെസ്, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്ന് തുടങ്ങുന്ന നദി ഏതാണ്? മഹാബലേശ്വർ, മഹാരാഷ്ട്ര. മഹാബലേശ്വരിൽ നിന്ന് തുടങ്ങുന്ന നദി ഏതാണ്? മഹാബലേശ്വർ. ആ മഹാബലേശ്വർ തുടങ്ങുന്ന നദി, ആ റിവർ, യെസ്, കൃഷ്ണ റിവറാണ്. അത് കൃഷ്ണയാണ്. അപ്പം നമുക്ക് അതൊന്ന് എഴുതി കൊടുക്കേണ്ടി വരും. കൃഷ്ണ നദിയാണ്. യെസ്. ചിലപ്പോൾ നിങ്ങളോട് പറയാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ ഏറ്റവും വലിയ നദി, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും വലിയ റിവർ ഏതാണ്? ആ റിവറാണ്, ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് തുടങ്ങിയിട്ട് യെസ്, ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാളിൽ പോയി ചേരുന്ന ഗോദാവരി എന്ന് പറയുന്ന വലിയ റിവർ, ഗോദാവരി. അപ്പൊ ഇങ്ങനെയൊക്കെ നദികളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പോഷക നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഏത് കടലിൽ പോയിട്ടാണ് ചേരുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുക. മാപ്പ് തരും, മാപ്പ് തന്നിട്ട് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. നോക്കണേ. യെസ്. ഇനി ചിലപ്പം ഇതുപോലുള്ള സിറ്റികൾക്ക് ചെറിയൊരു സാധ്യതയുണ്ട്. ഞാൻ വലിയ സാധ്യത പറയുന്നില്ല, ചെറിയൊരു സാധ്യത മാത്രമാണ്. ഓക്കെ, ഒന്ന് രണ്ട് സിറ്റി ഇവിടെ, റാഞ്ചി കാണാൻ പറ്റും, ഭുവനേശ്വർ, റായ്പൂര്, നാഗ്പൂര്, സൂറത്ത്, അഹമ്മദാബാദ്. ഗുജറാത്തിലെ ആ സിറ്റി ഏതാണ്? അല്ലെങ്കിൽ നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി, ഒരു വ്യാവസായിക നഗരം, അത് റാഞ്ചിയാണ്. അതുപോലെ ഹൈദരാബാദ് കൊടുത്തിട്ടുണ്ട്, പനാജി, ബാംഗ്ലൂർ, കോയമ്പത്തൂർ. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും രണ്ട് നഗരങ്ങൾ, വ്യാവസായിക നഗരങ്ങൾ, ഒന്നും സംശയം വേണ്ട, കോയമ്പത്തൂരും ബാംഗ്ലൂരും എഴുതി വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കും. സാധ്യത കുറവാണ്, എന്നാലും ഒന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി സാധ്യതയുള്ളത് നമ്മുടെ മരുഭൂമിയെ കുറിച്ചിട്ടാണ്. മരുഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേ ചോദിക്കുള്ളൂ. ഈ നടുക്ക് കാണുന്ന ഈ കറുപ്പ് കളറിൽ ഞാൻ മാർക്ക് ചെയ്താണ് നമ്മുടെ താർ മരുഭൂമി. ഈ താർ മരുഭൂമിയുടെ ഇവിടെ ഒരു മൗണ്ടെയിൻ, പർവ്വതമുണ്ട്. കിഴക്ക്, ഇത് ഈസ്റ്റ് ആണ്, കിഴക്കാണ്. ഓക്കെ, ഇത് വടക്ക്, അതായത് നമ്മൾ നോർത്ത് എന്ന് പറയുന്ന വടക്ക്. ഇത് വെസ്റ്റ് ആണ്, അതായത് പടിഞ്ഞാറ്. ഇത് തെക്ക് അഥവാ സൗത്ത്. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അതിർത്തി എന്താണെന്ന് കിട്ടി. ഇതിൻ്റെ അതിർത്തികൾ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. യെസ്, നമ്മുടെ താർ ഡെസേർട്ടിൻ്റെ ഈസ്റ്റേൺ അതിര്, കിഴക്കൻ അതിര് ആരവല്ലി മൗണ്ടെയിൻ ആണ്. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം സത്ലജ് റിവർ ബേസിനാണ്, സത്ലജ് നദീതടം എന്ന് പറയാം, സത്ലജ് നദീതടം. അതുപോലെ വെസ്റ്റ് ഓർ പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇൻഡസ് റിവർ ബേസിനാണ്, സിന്ധു നദീതടമാണ്. അതുപോലെ റാൻ ഓഫ് കച്ച്, ഗുജറാത്തിൻ്റെ റാൻ ഓഫ് കച്ച്, മാർഷിലാൻഡ്, ആ ഒരു ചതുപ്പ് പ്രദേശമാണ് തെക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള താർ മരുഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. ഇത് ചോദിക്കാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്, നമ്മളോട് ചോദിക്കാനും സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബുക്കിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇതിൽ ആകപ്പാടെ നോക്കേണ്ട കാര്യം മരുസ്ഥലി എവിടെയാണ്, ബാഗർ എവിടെയെന്ന് മാത്രമാണ്. ഈ മാപ്പ് തന്നിട്ട് മരുസ്ഥലി എവിടെയാണ്, ബാഗർ എവിടെയെന്ന് ചോദിച്ചാൽ ഇതാ ഏറ്റവും ഈ കൂടുതലുള്ള വെള്ളക്കളറിൽ ഡോട്ട് ഇട്ടുള്ള ഭാഗമാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. മരുഭൂമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, മരുസ്ഥലിയും ബാഗറും. യഥാർത്ഥ മരുഭൂമിയാണ് ഈ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ചന്ദന ഒരു ക്രീം കളർ കുത്ത് ഒരു ബ്രിക്ക് കളറിലുള്ള ഈ ഒരു ഷേപ്പാണ് ഏതെന്ന് പറയുന്നത് സെമി അരിഡ് റീജിയൻ ആയിട്ടുള്ള ബാഗർ എന്ന് പറഞ്ഞ പ്ലെയിൻ. ബാഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അർദ്ധ മരുഭൂമി എന്ന് പറയാം. എന്താ പേര് പറയാ? അർദ്ധ മരുഭൂമി ആയിട്ടില്ല, ചിലപ്പോൾ മരുഭൂമി ആകാൻ ചാൻസ് ഉള്ള ഏരിയ അർദ്ധ മരുഭൂമി എന്ന് പറയുന്നത്. അതാണ് സാധ്യതയുള്ളത്. ഇതേ ചോദിക്കുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് മാപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഒരു മോഡൽ ചോദ്യവുമായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് രാത്രി 7 മണിക്ക് നമുക്ക് ലൈവിൽ കാണാം. രാത്രി 7 മണിക്ക് 7 PM നമുക്ക് ലൈവിൽ കാണാം. നമുക്ക് കാണണം. താങ്ക് യു, ബൈ, സി യു ഓൾ.